വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഈ ബെൽ ഐക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള ഈ പുതിയ ബെൽ ഐക്കൺ എന്താണെന്നും അതുപോലെ തന്നെ വാട്സപ്പിനകത്ത് വന്നുള്ള മറ്റൊരു ഫീച്ചർ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ബെൽ ഐക്കണെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പലവിധ മെസ്സേജുകൾ നമുക്ക് അയക്കാറില്ലേ? ഇങ്ങനെ അയക്കുന്ന മെസ്സേജുകളിൽ ചിലതൊക്കെ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ടാകും. ഇത്തരം ഓർമ്മിക്കേണ്ട മെസ്സേജുകൾ നമ്മൾ മറന്നു പോകുകയാണെങ്കിൽ അത് റിമൈൻഡർ ആയിട്ട്, അതായത് ഒരു മെസ്സേജ് പുതുതായിട്ട് വരുന്നത് പോലെ തന്നെ നമുക്ക് ആ മെസ്സേജ് വീണ്ടും വരുത്തിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ മാത്രമേ ഈ അപ്ഡേറ്റിന്റെ ഉപകാരപ്രദം എത്രത്തോളം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു വാട്സപ്പിന്റെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നിപ്പോൾ ഈ ഓഡിയോ മെസ്സേജ് ആണ് എനിക്ക് വീണ്ടും ലഭിക്കേണ്ടത്, അതായത് എനിക്ക് ഓർക്കേണ്ടത്. അത് ഓർക്കേണ്ട കാര്യമാണെങ്കിൽ ജസ്റ്റ് ആ മെസ്സേജ് ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് പുതുതായിട്ട് മുകളിൽ ബെൽ ഐക്കൺ വന്നതായിട്ട് കാണാം. ജസ്റ്റ് ആ ബെൽ ഐക്കണിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ടൈം സെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണും. ഇതിൽ ഓൾറെഡി 2 മണിക്കൂർ, 8 മണിക്കൂർ, 24 മണിക്കൂർ, പിന്നെ കസ്റ്റം ഓപ്ഷൻ ആണ് ഉണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് ഈ മണിക്കൂറൊന്നുമല്ല, നിങ്ങളതായ സമയമാണ് വേണ്ടതെങ്കിൽ ഈ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏത് തീയതിയാണെന്ന് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അത് നിങ്ങൾക്ക് ഏതു മാസം, ഏത് സമയം, എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത മാസമാണെങ്കിൽ ഇതുപോലെ മാസം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ നിലവിലുള്ള ഈ തീയതി 28-ാം തീയതി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഡേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ നെക്സ്റ്റ് ബട്ടൺ കൊടുത്താൽ ഏത് സമയമാണെന്ന് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഏത് സമയമാണ് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 4:08 തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം ഇവിടെ സെറ്റ് റിമൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിന് ആ മെസ്സേജിന് റിമൈൻഡർ സെറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വാട്സപ്പിൽ നിന്ന് എക്സിറ്റ് പോയിട്ട് ആ തീയതിയും ആ സമയവുമാകുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു പുതിയ മെസ്സേജ് വരുന്നത് പോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് അടക്കം ആ മെസ്സേജ് വീണ്ടും വരുന്നതാണ്. അതിലൂടെ നമുക്ക് ആ മെസ്സേജ് റീഡ് ചെയ്യാനും അതിലെന്താണ് പറഞ്ഞ കാര്യം വീണ്ടും പ്ലേ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇതിലൂടെ നമ്മൾ മറന്നു പോകാതിരിക്കാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള രണ്ടാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. വാട്സപ്പിനകത്ത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഫോട്ടോ, വീഡിയോ ഒക്കെ അയക്കാറില്ലേ? ഇങ്ങനെ അയക്കുന്ന വീഡിയോ, അതായത് നമ്മൾ അയക്കുന്ന സമയത്ത് ഇത്തരം വീഡിയോ, ഫോട്ടോകളൊക്കെ ഓട്ടോമാറ്റിക്കലി HD ആയി കൺവേർട്ട് ആയിട്ട് സെൻഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്ത് വന്നിട്ട് കുറേ ആയി. എന്നാൽ ഡൗൺലോഡിംഗ് ഓപ്ഷൻ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരാൾ HD ക്വാളിറ്റിയിൽ ഫോട്ടോ, വീഡിയോ ഒക്കെ അയച്ചാലും നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിൽ മാത്രം, അതായത് വളരെ MB കുറഞ്ഞതായിട്ട് ഡൗൺലോഡ് ആകുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം ഗ്രൂപ്പുകളിലൊക്കെ അനാവശ്യമായിട്ട് വരുന്ന HD വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിലേ ഡൗൺലോഡ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ MB ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ പുതുതായിട്ട് ഓട്ടോ ഡൗൺലോഡിംഗ് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വേണോ HD ക്വാളിറ്റി വേണോ എന്ന് ചോദിക്കും. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ HD വീഡിയോ, ഫോട്ടോ ഒക്കെ ഒരു നോർമൽ ക്വാളിറ്റിയിൽ മാത്രമേ ഡൗൺലോഡ് ആവുകയുള്ളൂ. ഇനി HD ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് HD ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ HD ആയിട്ട് തന്നെ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.